ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഫഡ്ജ് ചോക്ലേറ്റിൻ്റെ ഫഡ്ജ് ഉണ്ടാക്കാം. നമ്മൾ പലതരത്തിലുള്ള ഡെസേർട്ട് കഴിക്കാറുണ്ടല്ലോ. ഈ ചോക്ലേറ്റിൻ്റെ ഫഡ്ജ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന്. ഇത് ഒരു 7-8 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ക്വയർ പീസോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് നമ്മൾ ഈ കപ്പലണ്ടി മിഠായിയുടെ വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. നമ്മൾ പലതരം ഡെസേർട്ട്, ഫഡ്ജ് ഇങ്ങനെയൊക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഫഡ്ജ് ഉണ്ടാക്കാം. ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ ഫഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ നമ്മൾ മിൽക്ക് മെയ്ഡ് എടുക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽപ്പൊടി, കുറച്ച് കോൺഫ്ലവർ, അതൊക്കെ ആനുപാതികം ചേർത്ത് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഈ ഹോം മെയ്ഡായിട്ടും മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ അത് ചേർത്ത് ചോക്ലേറ്റും ഒക്കെ ആയിട്ട് മിക്സ്ഡ് ആയിട്ടാണല്ലോ ഈ ഫഡ്ജ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതിൽ കോൺഫ്ലവറിന് പകരം കുറച്ച് ആരോറൂട്ട് പൊടി, കൂവക്കിഴങ്ങിൻ്റെ പൊടി എടുക്കുമല്ലോ, ആ പൊടി, ഈ പാൽപ്പൊടി, ഇത് ഗൾഫിൻ്റെ നീഡോ പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ ആരോറൂട്ട് പൊടിക്ക് പകരം നിങ്ങൾക്ക് ഒരു ശകലം കോൺഫ്ലവർ എടുക്കാം. ഇത് മിൽക്ക് മെയ്ഡ്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതിനെയൊക്കെ എടുത്ത് നന്നായി ഒരു വെള്ളം ചേർത്തിട്ട് കുറുക്കി ഒരു തുള്ളി വാനില എസൻസോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഇതിന് വേണ്ടി എന്നിട്ട് നെയ്യ് എടുക്കുമല്ലോ, നെയ്യോ ബട്ടറോ ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിന് പകരം ഞാനിവിടെ ഈ ഒരു ചെറിയ ബോട്ടിൽ നെയ്യ് എടുക്കാം എന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ചോക്ലേറ്റ് കണ്ടെത്തിയത് ഇങ്ങനത്തെ മിഠായികളൊക്കെ ഉണ്ടല്ലോ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റുകൾ എടുക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചോക്ലേറ്റ്, അപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റ് അല്ല ഞാൻ എടുക്കുന്നത്, ഡാർക്ക് ഏതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. പിന്നെ ഇതിന് വേണ്ടുന്നത് ഡ്രൈ പീനട്ട്, കാഷ്യൂനട്ട്, വാൾനട്ട്, ആൽമണ്ട് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പിസ്സ എടുത്ത് പൊളിച്ച് കട്ട് ചെയ്ത് അത് നിറയെ ഇട്ട് കുറച്ച് കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കാണാം. ഒരു നുള്ളു ഉപ്പിടാം, പഞ്ചസാര ഇടാം, പാൽപ്പൊടി ഇടാം, ആരോറൂട്ട് പൊടി ഇടാം, നമുക്കിതൊന്ന് സ്റ്റൗ ഓണാക്കി തിളപ്പിക്കാം. നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് ഒന്ന് തിളയ്ക്കുമ്പോൾ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം.
നെയ്യിട്ട് ഉരുകിയപ്പോൾ ചോക്ലേറ്റ് ഇട്ടു. ഈ സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആദ്യം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. അതിന് വേണ്ടുന്ന പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് തിളച്ച് കുറുകി പാകമായപ്പോൾ ഇത് ചേർത്തു. പിന്നെ നമ്മൾ ഒരു ടിന്ന് മിൽമ നെയ്യ് ചേർത്തു. പിന്നെ ചോക്ലേറ്റും നട്ട്സും ഇട്ടു. ഇനി നമുക്ക് ഇതൊരു ട്രേയിലോട്ട് മാറ്റാം. ഏത് പ്രഗത്ഭനായ ഷെഫ് ഉണ്ടാക്കുന്ന ഏത് മുന്തിയ തരം ബേക്കേഴ്സ് നമ്മൾ കയറി വാങ്ങിയാലും പലതരത്തിലുള്ള ഇതുപോലുള്ള ഫഡ്ജ് കഴിച്ചാലും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കി തനിയെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അത്രയും വെരി ടേസ്റ്റി കിട്ടില്ല, ഉറപ്പാണ്. അത്രയും നന്നായിട്ടുള്ള ഫഡ്ജാണ്. ഇതേ റെസിപ്പിയിൽ നിങ്ങൾ ഈ കാണുന്ന ആരായാലും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. ശരിക്കും ഭയങ്കര ടേസ്റ്റിയാണ്, അസാധ്യ രുചിയാണ്. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഇത്തരത്തിലുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇത് ഒരു ഒന്നൊന്നര സംഭവം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കൂ. കണ്ടൻസ്ഡ് മിൽക്ക് പുറത്തുനിന്ന് വാങ്ങാതെ, നമ്മളിപ്പോൾ മിൽക്ക് മേഡ് തനിയെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ടല്ലോ, ഞാനൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇതേ റെസിപ്പിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. വെരി ടേസ്റ്റി. ഞാൻ പറയാതെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എന്നെ വിലയിരുത്തിക്കോളൂ. നമ്മളിതിൽ ആവശ്യത്തിനുള്ള നട്ട്സ് ഇതിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ അതിൻ്റെ മീതെ കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ആ വാനില എസൻസ് ഇല്ലേ, അതൊക്കെ കറക്റ്റ് ചേർക്കണം.